നിങ്ങൾക്ക് അറിയാത്തതും എനിക്ക് അറിയുന്നതുമായിട്ടുള്ള കാര്യമാണ് ഇന്നിവിടെ ഞാൻ സംസാരിക്കാൻ പോകുന്നത്. നമുക്ക് അതിലേക്ക് കടക്കാം. ഗ്രീസ്മാൻ ലയണൽ മെസ്സിയെക്കുറിച്ച് ഒരു കാര്യം വ്യക്തമാക്കുകയാണ്. അദ്ദേഹം വ്യക്തമാക്കുന്നത് ഇങ്ങനെയാണ്. ഗ്രീസ്മാൻ പറയുന്നു, ഞാൻ ഒരു ബാഴ്സലോണ കളിക്കാരൻ. മെസ്സി എന്നിൽ അസന്തുഷ്ടനാണെന്ന് പത്രങ്ങൾ എല്ലാ ദിവസവും എഴുതാറുണ്ടായിരുന്നു. മെസ്സി എന്നോട് പറയാറുണ്ടായിരുന്നു, ആന്റോയിൻ, അതൊന്നും ശ്രദ്ധിക്കരുത്, അത് പത്രങ്ങൾ മാത്രമാണ്. എല്ലാ മത്സരങ്ങളിലും അദ്ദേഹം അവർക്ക് ഉത്തരം നൽകി. മൈതാനത്ത് അദ്ദേഹം എനിക്ക് ചില പെനാൽറ്റി കിക്കുകൾ എടുക്കാൻ അവസരം നൽകി. എൻ്റെ ഗോളുകൾ അദ്ദേഹം തന്നെ നേടിയത് പോലെ ആഘോഷിച്ചു എന്നാണ് ഗ്രീസ്മാൻ വ്യക്തമാക്കിയിട്ടുള്ളത്. ഇത് കേൾക്കുമ്പോൾ ലയണൽ മെസ്സി ആരാധകർക്ക് വളരെ അധികം സന്തോഷം നൽകുന്നതാണ്. നമുക്കെല്ലാവർക്കും അറിയാം, ലയണൽ മെസ്സി എന്ന് പറയുന്ന ആ ഒരു പ്ലെയർ, അല്ലെങ്കിൽ ലയണൽ മെസ്സി എന്ന് പറയുന്ന ആ വ്യക്തി എന്ന് പറയുന്നത് ഒരിക്കലും താൻ ഒരിക്കലും വലിയ പ്ലെയർ എന്ന നിലയിൽ താൻ വളരുന്നത് പോലെ തൻ്റെ ഒപ്പമുള്ളവരെയും വളർത്തുന്ന ഒരാളാണ്. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ, താൻ കളിക്കുന്ന ഒരു ക്ലബിൽ താൻ കൂടുതൽ ഗോളടിക്കുകയും അതിനുശേഷം ഒരു ഗോളടിച്ചാൽ ആ കളിയിൽ തന്നെ തൻ്റെ സഹതാരങ്ങളെ കൊണ്ടും ഗോളടിപ്പിക്കാറുണ്ട്. മെസ്സി ചെയ്യുന്നത് ഏറ്റവും വലിയൊരു സന്തോഷം തോന്നിയത് എന്താ വെച്ചാൽ, താൻ ഗോളടിച്ചിട്ടില്ലെങ്കിൽ പോലും തൻ്റെ സഹതാരങ്ങൾ ഗോളടിക്കണം എന്നുള്ളൊരു ഉത്തരവാണ് അദ്ദേഹത്തിൻ്റെതെന്ന് പറയുന്നത്. കാരണം ലയണൽ മെസ്സി എന്ന് പറയുന്നത് ഒരു ടീം സപ്പോർട്ടറാണ്. താൻ ഗോളടിക്കുന്നതിന് ഉപരി ടീം ജയിക്കുക എന്നുള്ള ഒരിതാണ് അദ്ദേഹം കാണിക്കുന്നതെന്ന് പറയുന്നത്. ഒരു ടീം സപ്പോർട്ടാണ് മൊത്തം, അതായത് ഈ 11 പേരുണ്ടെങ്കിൽ ആ 11 പേരിലേക്കും അദ്ദേഹം ഇറങ്ങിച്ചെല്ലുക എന്നുള്ളതാണ് ലയണൽ മെസ്സിയെ സംബന്ധിച്ച് നോക്കുന്നത്. ഇവിടെ തന്നെ നിങ്ങൾ നോക്കുക, ഗ്രീസ്മാനിന് പെനാൽറ്റി നൽകുകയും ഗ്രീസ്മാൻ ആ പെനാൽറ്റി ഗോൾ അടിക്കുകയും ചെയ്ത ശേഷം ആ ഗോൾ നേടിയത് താൻ നേടിയ പോലെ ആഘോഷിക്കുകയാണ് എന്നാണ് ഗ്രീസ്മാൻ വ്യക്തമാക്കിയിട്ടുള്ളത്. ഇതൊക്കെ കേൾക്കുമ്പോൾ ഇതിനോടുള്ള മറുപടി കമൻ്റായിട്ട് അറിയിക്കുക. ഇതുപോലത്തെ ഫുട്ബോൾ റിലേറ്റഡ് വീഡിയോസിന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ബൈ.